ഈ സിനിമ ആരംഭിക്കുന്നത് ആദാമിനെയും ഹവ്വയെയും ദൈവം എങ്ങനെ സൃഷ്ടിച്ചു എന്ന ഒരു ചെറിയ വിവരണത്തിലൂടെയാണ്. വിലക്കപ്പെട്ട കനി കഴിച്ചതുമൂലം അവരെ ഭൂമിയിലേക്ക് അയച്ചുവെന്നും അവരുടെ പിൻതലമുറക്കാരാണ് നമ്മളെല്ലാവരുമെന്ന് പറഞ്ഞുകൊണ്ട് സിനിമ തുടങ്ങുന്നു. നായകൻ ബാല, നായിക പ്രിയ. അന്ന് അവരുടെ വിവാഹമായിരുന്നു. വിവാഹത്തിനു ശേഷം അവർ ഇരുവരും പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാരി ആൻറ്റിയെ പരിചയപ്പെടാനായി അവർ ചെല്ലുന്നു. തങ്ങളുടെ ലവ് മാരേജ് ആണെന്നും തനിക്ക് സ്വന്തക്കാരായി ആരുമില്ലെന്നും ബാലയുടെ അച്ഛന് ഈ വിവാഹത്തിന് എതിർപ്പാണെന്നും പ്രിയ അയൽക്കാരി ആൻറ്റിയോട് പറയുന്നു. അങ്ങനെയിരിക്കെ ബാല അവിടെയുള്ള ഒരു ഫിഷിനെ കാണുന്നു. അത് തായ്ലൻഡിൽ നിന്ന് വാങ്ങിയതാണെന്നും സുബ്രമണി എന്നാണ് അതിൻ്റെ പേരെന്നും ആൻറ്റി ബാലയോട് പറയുന്നു. അടുത്ത ദിവസം ബാലയും പ്രിയയും ഷോപ്പിംഗ് നടത്തുമ്പോൾ അവരുടെ അടുത്ത് ഒരു കണ്ണടക്കാരൻ തനിയെ നിന്ന് സംസാരിക്കുന്നത് ബാല കാണുന്നു. സോഷ്യൽ വർക്കറായ ബാല ആ കണ്ണടക്കാരനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ കണ്ണടക്കാരൻ അമാനുഷിക കഴിവുകളുള്ള ഒരാളായിരുന്നു. മരിച്ചുപോയവരെ കാണുവാനും അവരോട് സംസാരിക്കുവാനുമുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നു. അയാളുടെ പേര് സോളമൻ എന്നാണ്. ബാലയെ സ്പർശിച്ച സോളമന് ബാലയുടെ ഉദ്ദേശം മനസ്സിലാവുകയും ബാലയെ തന്ത്രപരമായി തിരിച്ചയക്കുകയും ചെയ്യുന്നു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബിൽ പേയ്മെന്റ് ചെയ്ത് തിരികെ പോകാൻ നേരം അലാം മുഴങ്ങുന്നു. സെക്യൂരിറ്റി ഗാർഡ് അവരെ പരിശോധിപ്പിക്കുവാനായി വിളിപ്പിക്കുന്നു. പരിശോധനയിൽ പ്രിയയുടെ ബാഗിൽ പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് കണ്ടെത്തുന്നു. സെക്യൂരിറ്റി വളരെ മോശമായി അവരോട് സംസാരിക്കുകയും പ്രിയയെ കള്ളി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇതിൽ പ്രകോപിതയായ പ്രിയ വളരെ മോശപ്പെട്ട വാക്ക് സെക്യൂരിറ്റിയെ വിളിക്കുന്നു. അവർ അവിടെ നിന്നും പോരുന്നു. തിരിച്ച് ഫ്ലാറ്റിലെത്തിയ ബാല ആൻറ്റിയുടെ വീട്ടിൽ തൻ്റെ അച്ഛൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ചെല്ലുന്നു. ഈ സമയം ആൻറ്റിയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു ബാലയുടെ അച്ഛൻ. ബാലയും അച്ഛനും ഒരുപാട് സംസാരിക്കുന്നു. എന്നാൽ പ്രിയയെ കാണാൻ അച്ഛൻ വിസമ്മതിക്കുന്നു. ഇതേ സമയം ആൻറ്റി പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് പ്രിയ തൻ്റെ അമ്മയെപ്പറ്റി സംസാരിക്കുന്നു. തൻ്റെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നുവെന്നും തന്നെ ഗർഭിണിയായ ശേഷം തൻ്റെ അമ്മ പല രൂപങ്ങളും ശബ്ദങ്ങളും കേൾക്കാനായി തുടങ്ങിയെന്നും അതിനു കാരണം അമ്മയുടെ ഗർഭമാണെന്ന് പറഞ്ഞ് തന്നെ അബോർട്ട് ചെയ്യാൻ പലരും നിർബന്ധിച്ചുവെന്നും എന്നാൽ തൻ്റെ അമ്മ അതിന് തയ്യാറായില്ലെന്നും പ്രസവത്തിലൂടെ തൻ്റെ അമ്മ മരണപ്പെട്ടുവെന്നും ആ സമയത്തെ കോംപ്ലിക്കേഷൻ കാരണം തൻ്റെ ഗർഭപാത്രത്തിന് പ്രശ്നമുണ്ടെന്നും തനിക്ക് അമ്മയാകാൻ കഴിയില്ലെന്നും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ബാല തന്നെ പ്രണയിച്ചതെന്നും പ്രിയ ആൻറ്റിയോട് പറയുന്നു. അമ്മ തനിക്ക് വേണ്ടി എഴുതിയ കത്തുകളും ഡയറികളുമാണ് ഇതെന്നും പറഞ്ഞ് ആൻറ്റിക്ക് കാണിച്ചു കൊടുക്കുന്നു. അന്ന് രാത്രി പ്രിയ തൻ്റെ അമ്മയെ സ്വപ്നം കാണുന്നു. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അമ്മ പ്രിയയെ തലോടുന്നു. നീ എന്താ ദുഃഖിച്ചിരിക്കുന്നേ എന്ന് അമ്മ പ്രിയയോട് ചോദിക്കുന്നു. തന്നെ എല്ലാവരും കള്ളി എന്ന് വിളിക്കുന്നു എന്ന് അമ്മയോട് പ്രിയ പരിഭവം പറയുന്നു. നീക്കും കട്ടതാണോ എന്ന അമ്മയുടെ ചോദ്യത്തിന് പ്രിയ ആദ്യം വിസമ്മതിക്കുമെങ്കിലും പിന്നീട് ലിപ്സ്റ്റിക് കട്ടതാണെന്ന് പ്രിയ സമ്മതിക്കുന്നു. ആ പിങ്ക് കളർ തന്നെ മത്ത് പിടിപ്പിക്കുന്നുവെന്നും ആ കളർ അത്രമാത്രം തനിക്ക് ഇഷ്ടമാണെന്നും അവൾ അമ്മയോട് പറയുന്നു. നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് അമ്മ പറയുന്ന നേരം ആ ഡയറിയിലുള്ള സ്ഥലത്തേക്കാണോ എന്ന് പ്രിയ തിരിച്ചു ചോദിക്കുന്നു. അതേ എന്ന് പറഞ്ഞ് അമ്മ പ്രിയയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയം യഥാർത്ഥത്തിൽ പ്രിയ ഉറക്കത്തിൽ നിന്നും എണീറ്റ് നടക്കുകയാണ്. അമ്മ പ്രിയയെ കൂട്ടിക്കൊണ്ടുപോയ സ്ഥലം വളരെ വിചിത്രമായൊരു പ്രദേശമാണ്. അവിടെ ഒരുപാട് യുവതികൾ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുകളെല്ലാം വെള്ള നിറത്തിലായിരുന്നു. അവരെല്ലാം ഒരു വികാരമില്ലാതെ ചുമ്മാ നടക്കുകയാണ്. ജീവിതത്തിലേറെ പ്രയാസപ്പെട്ടവരാണ് ഇവരെന്നും ഇപ്പോൾ ഇവരെല്ലാം സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നതെന്നും അമ്മ പ്രിയയോട് പറഞ്ഞു കൊടുക്കുന്നു. സ്വപ്നത്തിൽ നിന്നും തിരിച്ച് അവൾ ഫ്ലാറ്റിലെത്തുന്നു. അടുത്ത ദിവസം പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ താൻ ഇന്നലെ കണ്ട സ്വപ്നത്തെ പറ്റി ബാലയോട് പ്രിയ പറയുന്നു. എന്നാൽ ചായയുമായി ബാലയുടെ അടുത്ത് ചെല്ലുന്ന പ്രിയ കാണുന്നത് ഇതൊന്നും കേൾക്കാതെ ഉറങ്ങുന്ന ബാലയെയാണ്. ദേഷ്യപ്പെട്ട് ബാലയ്ക്ക് ചായ കൊടുത്ത് അവൾ കിച്ചണിലേക്ക് ചെല്ലുന്നു. ആ സമയം അടുക്കി വെച്ച പാത്രം താഴെ വീഴുന്നു. അവൾ അത് തിരികെ അടുക്കി വെക്കുന്നു. എന്നാൽ കിച്ചണിലോട്ട് പോകാൻ നേരം വീണ്ടും ആ പാത്രങ്ങൾ താഴെ വീഴുന്നു. വീണ്ടും വീണ്ടും ഇത് തന്നെ സംഭവിക്കുന്നു.
വൈകാതെ ആ ഞെട്ടിക്കുന്ന സത്യം പ്രിയ മനസ്സിലാക്കുന്നു. താൻ മാത്രമേ ഈ ശബ്ദം കേൾക്കുന്നുള്ളൂ. തൻ്റെ അമ്മയുടെ ഡയറിയിൽ അമ്മയ്ക്ക് ഉണ്ടായ അതേ അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. അങ്ങനെ ആലോചിച്ച് പേടിച്ചു വിറച്ചു നിൽക്കുന്ന സമയത്ത് ആൻറ്റി പ്രിയയുടെ അടുത്തേക്ക് വരുന്നു. തൻ്റെ സുബ്രഹ്മണ്യ മീനിനെ കാണാനില്ലെന്ന സങ്കടം പറയാനായി പ്രിയയുടെ അടുത്തേക്ക് വന്നതായിരുന്നു ആൻറ്റി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പ്രിയ തൻ്റെ ബാഗ് പരിശോധിക്കുന്നു. ബാഗിനകത്ത് ആൻറ്റിയുടെ പിങ്ക് കളറിലുള്ള മീനുണ്ടായിരുന്നു. ഒന്നും പറയാതെ മീനിനെയും കൊണ്ട് ആൻറ്റി അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം പ്രിയ അമ്പലത്തേക്ക് പോകുന്നു. തിരികെ പ്രിയയെ കൂട്ടാനായി ബാല ചെല്ലുന്നു. പക്ഷേ പ്രിയ ആകെ അപ്സെറ്റ് ആയിരുന്നു. ബാലു പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ വലിയ ആലോചനയിലായിരുന്നു പ്രിയ. അവളെ കൂളാക്കാനായി കാറിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ബാല ആക്ട് ചെയ്യുന്നു. അങ്ങനെ പ്രിയയെ ഹാപ്പിയാക്കി അവർ ഫ്ലാറ്റിൽ തിരികെ എത്തുന്നു. എന്നാൽ അവിടെ എത്തിയ പ്രിയ ഫ്ലാറ്റിൻ്റെ ഒരു കോർണറിലേക്ക് നോക്കി പേടിച്ച പോലെ നിൽക്കുന്നു. ഇത് കണ്ട് ബാല അവിടെ വന്ന് നോക്കും. എന്നാൽ ബാലയ്ക്ക് അവിടെ ഒന്നും കാണാനില്ലായിരുന്നു. പ്രിയ അവിടെ ഒരു വെളുത്ത പാമ്പിനെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. ഇത് കണ്ട് ബാല ആകെ പേടിക്കുന്നു. അന്നേരം നീ എന്നെ മാത്രം പറ്റിച്ചാൽ പോരല്ലോ, നിന്നെ ഞാൻ ഫൂളാക്കിയതാണെന്ന് പ്രിയ ചിരിച്ചുകൊണ്ട് ബാലുവിനോട് പറയുന്നു. എന്നാൽ അവിടെ ശരിക്കും ആ വെളുത്ത വലിയ പാമ്പിനെ പ്രിയ കണ്ടിരുന്നു. അടുത്ത സീൻ, പ്രിയ സ്വപ്നലോകത്തേക്ക് അമ്മയുടെ കൈപിടിച്ച് നടക്കുന്നതാണ്. അമ്മയ്ക്കും ഇതുപോലെയൊക്കെ ആയിരുന്നുവെന്നും അങ്ങനെയാണ് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചതെന്നും അമ്മ പ്രിയയോട് പറയുന്നു. എന്നാൽ തന്നെയൊരിക്കലും ബാല ഉപേക്ഷിക്കില്ലെന്ന് പ്രിയ മറുപടി കൊടുക്കുന്നു. ഇതേ സമയം പ്രിയ ഉറക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ ബാല ഉറക്കത്തിൽ നിന്നും എണീപ്പിക്കും. ഉറക്കത്തിൽ നിന്നും ഉണർന്ന പ്രിയ ബാലയുടെ കയ്യിൽ ഒരു താക്കോൽ കൊടുക്കും. അവനത് തുറന്നു നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ കബോർഡിൽ എല്ലാം പിങ്ക് കളറിലുള്ള സാധനങ്ങളായിരുന്നു. അന്നേരം പ്രിയ ബാലയോട് പറയും, ഈ കളറിൽ എന്ത് കണ്ടാലും ഞാൻ അതെടുക്കും. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. സ്വപ്നം എന്താണെന്നോ സത്യം ഏതാണെന്നോ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എൻ്റെ അമ്മയെപ്പോലെ എനിക്ക് സംഭവിക്കുമോ എന്ന പേടിയാണ് എന്ന് പറഞ്ഞ് പ്രിയ കരയാൻ തുടങ്ങും. ഇത് പറഞ്ഞതും ബാല അവളെ കെട്ടിപ്പിടിക്കും. നിന്നെ ഒരിക്കലും ഞാൻ കൈവിടിയില്ല എന്ന് പറയും. അടുത്ത ദിവസം വളരെ സന്തോഷവതിയായിട്ടായിരിക്കും പ്രിയ ഉണരുക. എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നു. കാതു തുളയ്ക്കുന്ന രീതിയിൽ പല ശബ്ദങ്ങളും അവൾ കേൾക്കുന്നു. അവസാനം ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ സ്വയം കുത്താനായി കത്തിയെടുക്കുന്നു. പെട്ടെന്ന് എല്ലാ ശബ്ദങ്ങളും നിലയ്ക്കുന്നു. ജനവാതിലിൽ നിന്നും പുക അകത്തേക്ക് വരുന്നു. ഇവിടെ നിനക്ക് ആരുമില്ല, അമ്മയുടെ അടുത്തേക്ക് വരൂ എന്ന ശബ്ദം അവളെ വിളിച്ചുകൊണ്ടിരുന്നു. ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൾ നടന്നു നീങ്ങി. പെട്ടെന്ന് അവളുടെ താലിമാലയിൽ കാല് തടയും. അതെടുത്തതും ബാലയുമായുള്ള ഓർമ്മകൾ അവളെ തേടിയെത്തുന്നു. ഞാൻ വരില്ല, എനിക്ക് ബാലയുണ്ട് എന്ന് അവൾ ആ ശബ്ദത്തോട് വിളിച്ചു പറയുന്നു. പെട്ടെന്ന് ഒരു വലിയ കണ്ണ് ആ ജനലിൻ്റെ അപ്പുറത്ത് കാണുന്നു. അവൾ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവിടേക്ക് ബാല കടന്നു വരുന്നു. അവളെ സമാധാനിപ്പിച്ചിരിക്കുന്നു. പെട്ടെന്ന് പല രൂപങ്ങളിൽ ബാല അവിടേക്ക് എത്തുന്നു. അവസാനം അത് അവളെ ഭ്രാന്തിയാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പ്രിയയുടെ അടുത്തേക്ക് എത്തിയ ബാലയെ പ്രിയ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. അടുത്ത സീനിൽ സോളമൻ ഒരു വീട്ടിൽ നിൽക്കുന്നതാണ് കാണിക്കുക. ആ വീട്ടിലെ സ്ത്രീ അവിടെ പ്രേതബാധയുണ്ടെന്ന് കരുതി വിളിപ്പിച്ചതാണ് സോളമനെ അങ്ങോട്ട്. എന്നാൽ ആ സ്ത്രീയുടെ ഭർത്താവിന് അത് അങ്ങോട്ട് പിടിച്ചില്ല. വളരെ ഇൻസൾട്ട് ചെയ്ത് സോളമനോട് ആ ഭർത്താവ് സംസാരിക്കുന്നു. എന്നാൽ സ്പർശനം കൊണ്ട് ഒരു വസ്തുവിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയാവുന്ന സോളമൻ, നിങ്ങൾ ഓഫീസിലെ സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ടില്ലേ ഇവിടെ പ്രേതബാധ അല്ലെന്നും നിങ്ങൾ കൊണ്ടുവന്ന സ്ത്രീയുടെ സാധനങ്ങൾ കണ്ട് നിങ്ങളുടെ ഭാര്യ പ്രേതബാധയാണെന്ന് തെറ്റിദ്ധരിച്ചതാണെന്നും പറയുന്നു. ഇത് കേട്ട് ആ ഭർത്താവ് ഒന്നും പറയാനാകാതെ തല താഴ്ത്തുന്നു. ഇതാണ് സോളമൻ്റെ പ്രത്യേകത. സ്പർശനത്തിലൂടെ ഒരു വസ്തുവിനെ കൂടുതലായി അറിയുവാനുള്ള കഴിവ് സോളമനുണ്ട്. അടുത്തതായി പ്രിയ അമ്മയുടെ കൂടെ ഇരിക്കുന്ന സീനാണ്. ബാലയെ മറക്കാൻ തയ്യാറാണെന്ന് അവൾ അമ്മയോട് പറയുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ വെള്ള നിറമാകുന്നു. അവൾ അമ്മ പറഞ്ഞ ആ നിഗൂഢമായ ലോകത്തേക്ക് അമ്മയുടെ കൂടെ കൈയും പിടിച്ചു പോകുന്നു. പ്രിയയെ ബാല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നു. എന്നാൽ എന്തു തന്നെ ചോദിച്ചിട്ടും പ്രിയ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. അവസാനം ഡോക്ടർ പുറത്തു പോകുന്നു.
ഡോക്ടർ പുറത്തു പോയതും ആ റൂമിൽ ഇട്ടിരുന്ന പിങ്ക് ബൾബ് പ്രിയ പല്ലിയെപ്പോലെ വളരെ ഈസിയായി എടുക്കുവാൻ പോകുന്നു. ഇത് കണ്ട് ഡോക്ടർ ആകെ പേടിച്ചു നിൽക്കുന്നു. ഇതെന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഡോക്ടർ ബാലയോട് പറയുന്നു. ബാല പ്രിയയെ കൂട്ടി അവിടുന്ന് കാറിൽ പോകുന്നു. അങ്ങനെ പോകവേ കാറിൽ ആക്സിഡന്റ് ആകുന്നു. സംഭവസ്ഥലത്തെത്തിയ ബാലയുടെ അച്ഛനോട് ബാലയ്ക്ക് ജീവനുണ്ടെന്ന് സോളമൻ ഉൾക്കണ്ണാൽ പറയുന്നു. അടുത്ത സീനിൽ സോളമൻ ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചതിനു ശേഷം തൻ്റെ ഭാര്യയുമായി സംസാരിച്ചിരിക്കുകയാണ്. ഒരു പാർക്കിൽ ഒരുപാട് പട്ടികൾ ചത്തുകിടക്കുന്നത് കണ്ടുവെന്നും അവരെ തൊട്ടുനോക്കിയെങ്കിലും തനിക്കൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്നും സോളമൻ ഭാര്യയോട് പറയുന്നു. ആ സമയം ആകാശം പിങ്ക് നിറമായെന്നും പെട്ടെന്ന് തന്നെ അത് നോർമലായെന്നും എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും അയാൾ ഭാര്യയോട് കൂട്ടിച്ചേർത്തു. പിന്നീട് കാണിക്കുക ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ബാലയെയാണ്. കൂടെ അച്ഛനും ഉണ്ട്. പ്രിയയെ ബാല തിരക്കിയെങ്കിലും പ്രിയ കാറിൽ ഉണ്ടായിരുന്നില്ലെന്ന് അച്ഛൻ ബാലയോട് പറയുന്നു. അന്നേരം ആക്സിഡന്റിന് മുമ്പ് പ്രിയയുടെ കണ്ണിന് പച്ചക്കളറാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം ബാല ഓർക്കുന്നു. അച്ഛൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ ബാല പ്രിയയെ അന്വേഷിച്ച് ഫ്ലാറ്റിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ റൂമിൽ ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് അതിൻ്റെ നടുക്ക് ഇരിക്കുന്ന പ്രിയയെയാണ് ബാല കാണുക. അവിടെ ചെന്ന് ബാല എൻ്റെ പ്രിയ എവിടെയാണെന്ന് ചോദിക്കുന്ന നേരം പെട്ടെന്ന് വെളുത്ത പാമ്പ് അവൻ്റെ നേരെ കുതിക്കുന്നു. ബാല ഓടി രക്ഷപ്പെടുന്നു. അന്നേരം പ്രിയയുടെ ദേഹത്ത് കയറിയ ആത്മാവ് അവൻ മരിച്ചുവെന്നാണ് കരുതിയത് എന്ന് ആ പാമ്പിനോട് പറയുന്നു. അവനെ നീ തൊടരുത്, നീ ഉള്ളത് മറ്റൊരു ശരീരത്തിലാണ്. അവനും അവളും 7 ജന്മങ്ങളായി ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അങ്ങനെയുള്ള 2 പേരിൽ ഒരാളെ നശിപ്പിച്ചാൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക എന്നുള്ള താക്കീത് നൽകി പാമ്പ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. സോളമനെ അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞുവെങ്കിലും ബാലയ്ക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു പേപ്പർ എടുത്ത് സോളമൻ്റെ ചിത്രം ബാല വരയ്ക്കുന്നു. ഈ ചിത്രം സോളമൻ്റെ കയ്യിൽ എത്തുകയും സോളമൻ ബാലയെ തേടി നടക്കുകയും അവസാനം ബാലയെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ സമയം പ്രിയ ഫ്ലാറ്റിന് മുകളിൽ ചെന്ന് ഈ ലോകത്തിന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ച് തൻ്റെ കൈകൾ രണ്ടും മുകളിലോട്ട് ഉയർത്തുന്നു. ആകാശം ആകെ പിങ്ക് കളറാകുന്നു. ആളുകളെല്ലാം പരിഭ്രാന്തരാവാൻ തുടങ്ങുന്നു. പെട്ടെന്ന് എല്ലാം നോർമലാകുന്നു. ഈ സമയം പ്രിയയുമൊത്ത് കളിക്കാൻ കുറച്ച് കുട്ടികൾ അങ്ങോട്ട് ചെല്ലുന്നു. അവരുമൊത്ത് കളിക്കാൻ പ്രിയ തയ്യാറാകുന്നു. സോളമനുമായി ബാല അവരുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നു. അവിടെ ആരെയും കാണാൻ സോളമന് കഴിയുന്നില്ല. അവിടെയുള്ള വസ്തുക്കളെല്ലാം പിങ്ക് കളറിൽ ഉള്ളവയായിരുന്നു. സോളമൻ അവിടെയുള്ള വസ്തുക്കളെല്ലാം താഴെയിട്ട് പൊട്ടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അതിലൊരു ഗ്ലാസ് തറയിൽ വീഴാതെ നിൽക്കുന്നു. പെട്ടെന്ന് അവിടെ പിങ്ക് ലൈറ്റ് പ്രകാശിക്കാൻ തുടങ്ങി. മുന്നിൽ ഒരു ചെയറിൽ കറുത്ത ഡ്രസ്സ് ഇട്ട് പ്രിയ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുമ്പിൽ ഒരു ചെയറിട്ട് സോളമൻ ഇരിക്കാൻ തുടങ്ങുന്നു. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ കണ്ണട ഊരി മാറ്റാൻ പ്രിയ ആജ്ഞാപിക്കുന്നു. എന്നാൽ പ്രിയയെ സ്പർശിക്കാൻ സോളമൻ ശ്രമിക്കുമ്പോൾ പ്രിയ സോളമൻ്റെ ഹാർട്ട് വേദനിപ്പിക്കുന്നു. അവസാനം സോളമൻ കണ്ണാടി ഊരി മാറ്റുന്നു. ഇതേ സമയം പ്രിയ തൻ്റെ കാൽവിരൽ സോളമൻ്റെ നെറ്റിയിൽ പതിപ്പിക്കുന്നു. അവൾ ആരാണെന്ന സത്യം സോളമൻ മനസ്സിലാക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സ്റ്റോറി വീണ്ടും കാണിക്കുന്നു. ദൈവം ആദ്യം ആദമത്തിന് കൂട്ടായി ഉണ്ടാക്കിയ സ്ത്രീയാണ് ലിലിത്ത്. അവൾക്ക് പ്രത്യേകമായ ജീവിത രീതിയായിരുന്നു. പിങ്ക് നിറത്തോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അവൾക്ക്. ആദത്തിനെ അവഗണിച്ചുകൊണ്ട് അവളുടെ ഇഷ്ടത്തിന് ജീവിക്കുകയായിരുന്നു. അതിനാൽ അവർ തമ്മിൽ വഴക്കുണ്ടായി. വഴക്ക് കയ്യാങ്കളിയിൽ എത്തുന്നു. ദൈവം അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ലിലിത്ത് അതിന് വഴങ്ങിയില്ല. ദൈവം അവളെ ശപിച്ചു. നീ അനുസരിച്ചില്ലെങ്കിൽ നിനക്കുണ്ടാകുന്ന കുട്ടികളെല്ലാം ജനനത്തോടെ മരിക്കുമെന്ന്. അവൾ അതൊന്നും വകവയ്ക്കാതെ ദൈവത്തെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് പോകുന്നു. അതേസമയം ആദത്തിന് കൂട്ടായി അവൻ്റെ നട്ടെല്ലെടുത്ത് ഒരു പെണ്ണിനെ ഉണ്ടാക്കി, ഹവ്വ. ആ സമയം സാത്താനുമായി ഒരുമിച്ച ലലിത് സാത്താൻ്റെ കുട്ടികൾക്ക് ജന്മം നൽകിയെങ്കിലും അവർക്കൊന്നും ജീവനുണ്ടായിരുന്നില്ല. അവസാനം അമ്മയാകാതെ ലിലിത് മരിക്കുന്നു. ഇതെല്ലാം പള്ളിയിൽ ചെന്ന് സോളമൻ പറയുന്നു. ഐതിഹ്യങ്ങളെ മാറ്റി എന്ന് പറഞ്ഞ് പുരോഹിതന്മാർ സോളമനെ വഴക്ക് പറയുന്നു. എന്നാൽ അതിലൊരു അച്ഛൻ താൻ വായിച്ച ഏതോ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആദ്യ സ്ത്രീ സൃഷ്ടി ലിലിത് ആണെന്ന് ഓർത്തെടുത്ത് പറയുന്നു. ഗർഭിണികളുടെ സന്തോഷം തകർത്താണ് അവൾ ദൈവത്തോട് പകവീട്ടുന്നതെന്നും ഗർഭിണികളെ വേട്ടയാടി അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ കൊന്ന് അവരെ ഒരു
ഓർമ്മകളും ഇല്ലാത്ത ലോകത്തേക്ക് എത്തിച്ചാണ് ലിലിത്ത് പക തീർക്കുന്നത്. പ്രിയയും അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ആ ലോകം സ്വപ്നലോകമായിരുന്നില്ല, നിഗൂഢമായ റിയാലിറ്റിയാണ്. പ്രിയയുടെ അമ്മയ്ക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ പ്രിയ ജനിച്ചു. പ്രിയയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ലിലിത്ത് വന്നിരിക്കുന്നതെന്ന് സോളമൻ അവരോട് പറയുന്നു. എന്നാൽ പ്രിയ ഒരിക്കലും അമ്മയാകില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന രഹസ്യം ബാല വെളിപ്പെടുത്തുന്നു. പിന്നീട് എന്തിനാകും ലിലിത്ത് പ്രിയയുടെ ശരീരത്തിൽ കയറിയത്? സോളമൻ ലിലിത്തിന്റെ ആത്മാവിനെ ഇല്ലാതാക്കാനുള്ള സ്പെഷ്യൽ ടീമിനെയും കൊണ്ട് അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. എന്നാൽ ലിലിത്ത് അവരെയെല്ലാം നിഷ്കരുണം കൊല്ലുന്നു. ബാലയും സോളമനും കൂടി ഫ്ലാറ്റിന്റെ ടെറസിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ലിലിത്ത് അവരെ കൊല്ലാനായി വരുന്നു. ബാലയെ കൊല്ലാനായി ലിലിത്ത് കഴുത്ത് പിടിക്കുന്നു. ഈ സമയം അങ്ങേ ലോകത്തിരുന്ന് പ്രിയ ഞെട്ടിയെണീക്കുന്നു. പ്രിയയിൽ ഓർമ്മകൾ തിരിച്ചു വരാൻ തുടങ്ങുന്നു. സാത്താൻ പറഞ്ഞത് ലിലിത്ത് ഓർക്കുന്നു. ഇവനെ തുടരുത്. 7 ജന്മങ്ങളായി ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇവരിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാൽ വിപരീത ഫലമായിരിക്കും കിട്ടുക. പ്രിയയുടെ ആത്മാവ് പ്രിയയുടെ ശരീരത്തിൽ തിരികെ വരുന്നു. ലിലിത്ത് പ്രിയയുടെ ശരീരം വിട്ട് പോകുന്നു. ലിലിത്ത് അവരെ ആക്രമിക്കുവാൻ നോക്കുമ്പോൾ ബാല ലിലിത്തിന് നേരെ കൈകൾ ഉയർത്തുന്നു. ആ നിമിഷം ലോകം ഫ്രീസ് ആകുന്നു. പെട്ടെന്ന് പിങ്ക് കളറിലുള്ള ഒരു ഗോളം അവർക്ക് നേരെ വരുന്നു. ആ ഗോളത്തിന്റെ പ്രകാശ തീക്ഷ്ണതയിൽ ലിലിത്ത് ഇല്ലാതാകുന്നു. ആ സമയം ബാലയ്ക്ക് ശൂന്യതയിൽ കിടക്കുന്നത് പോലെ തോന്നും. അവന്റെ ചെവിയിൽ ആരോ എന്തോ പറയുന്നത് പോലെ അനുഭവപ്പെടും. എൻ്റെ മകനെ നിന്നെപ്പോലെ വളർത്തണം എന്ന്. പതുക്കെ എല്ലാം നോർമലാകുന്നു. ഈ സമയം സോളമന് പ്രിയയുടെ വയറ്റിൽ പിങ്ക് നിറത്തിൽ ആ ഗോളം കാണാൻ സാധിക്കുന്നു. അതെ, പ്രിയ പ്രഗ്നന്റ് ആണ്. ദൈവത്തിന്റെ കുഞ്ഞാണ് പ്രിയയുടെ വയറ്റിൽ വളരുന്നത്. ഈ ലോകത്തിന്റെ മാറ്റത്തിനാണ് ആ കുഞ്ഞ് പിറക്കാൻ പോകുന്നത്. അതിനെ ഇല്ലാതാക്കാനാണ് ലിലിത്ത് വന്നത്. ബാലയും പ്രിയയും ഒരുപാട് ഹാപ്പിയാകുന്നു. തങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായി മനുഷ്യരൂപം സ്വീകരിക്കുന്ന സാത്താനെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.